കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെല്ലാവരും വലിയൊരു കരച്ചിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം വന്നേന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടവും ഇനി വേണ്ട 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച അടിമ ഗണ്ടികളും ഒക്കെ സംയുക്തമായി നടത്തുന്ന ഈ കരച്ചിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന അത് മലയാളികളായിക്കോട്ടെ, മറ്റ് ഒട്ടേറെ അന്യഭാഷ തൊഴിലാളികളായിക്കോട്ടെ, രാജ്യങ്ങളിലായാലും എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അവരെല്ലാവരും കരഞ്ഞുകൊണ്ടേ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ള അതിന്റെ ആ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കരച്ചിൽ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് നരേന്ദ്രമോദിജി 2014 ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടും BJP അതല്ലെങ്കിൽ NDA അവരുടെ ആ ഒരു ഭരണം കിട്ടിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള വാഗ്ദാനങ്ങളുടെ ലിസ്റ്റിൽ കൃത്യമായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ആർട്ടിക്കിൾ 370 ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലാഖ് ബില്ലായാലും ഇത്തരത്തിൽ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിൽ കൃത്യമായിട്ടും നരേന്ദ്രമോദിജി തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരുമെന്നുള്ളത്. നമുക്ക് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് സത്യത്തിൽ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ചെറിയ ഒരു കാര്യം മാത്രമാണ്. എന്നിരിക്കെ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇതാ ഈ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളെയും ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി BJP ഇതാ രംഗത്ത് വന്നിരിക്കുന്നു, ഹിന്ദുത്വ തീവ്രവാദികൾ ഇതാ RSS ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ആ പ്രചാരണം ഏറ്റെടുത്തതിന് ആദ്യമായി തന്നെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് തുടക്കമിട്ടതെന്ന് പറയേണ്ടതുണ്ട്. കാരണം വരാനിരിക്കുന്ന 2 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക ആ നാമധാരികളുടെ അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ വോട്ടുറപ്പിക്കുക എന്ന രീതിയിലുള്ള ആ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരാണ് എന്നതിന് ഉത്തരം തരുന്ന രീതിയിലാണ് പിണറായി വിജയന്റെ ആ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാനാവുക. കാരണം ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ കൊണ്ടുവരുന്ന കൃത്യമായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി കൊണ്ടുവരുന്ന ഒരു നിയമം ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലെ ഒരു പാവയ്ക്ക വലുപ്പത്തിലുള്ള ഒരു സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അറിയാം, അത് വെറും ഒരു വീൺവാക്കാണ്, അതല്ലെങ്കിൽ വെള്ളത്തിൽ വിട്ട എന്തോ പോലെയാണ് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം. പക്ഷെ ഇയാൾ വിശ്വസിച്ചുകൊണ്ട് ഇയാളുടെ ആ ഒരു പോസ്റ്റിന് കീഴിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഒട്ടേറെ മന്ത്രിമാരും MLA കാരും രംഗത്ത് വന്നുകൊണ്ട് പറയുന്ന ആ പ്രസ്താവനകൾക്ക് താഴെയൊക്കെ കൃത്യമായിട്ട് കുരുപൊട്ടി ഒലിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾക്ക് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ആ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നടത്തിയ ഒരു എഗ്രിമെന്റിൽ അന്നത്തെ ഒരു കരാറിൽ പറഞ്ഞ ഒരു കാര്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടതുണ്ട്. കാരണം 1947 മുൻപിലേക്കൊന്നും നമ്മൾ പോരണ്ട, ഇങ്ങോട്ട് പോരുക. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഭാരതത്തിൽ ഏകദേശം 3 കോടിയോളം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഇന്ന് 2012 അവസാനത്തെ സെൻസസ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുവരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 22 കോടിയിലേക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾ എത്തിയതെന്നും, എന്നാൽ ഇന്ന് കണക്കാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഏകദേശം 22% ഉണ്ടായിരുന്നത് ഭാരതത്തിൽ 3 കോടി ഉണ്ടായിരുന്നത് 21 കോടിയായി വർദ്ധിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ 22% ഉണ്ടായിരുന്ന ഹൈന്ദവരടക്കമുള്ള 6 വിഭാഗം, അത് സിഖ് വരുന്നുണ്ട്, അതുപോലെ ഹിന്ദു, പാഴ്സി, ജൈന, ക്രൈസ്തവ, ഇങ്ങനെ 6ഓളം വിഭാഗങ്ങൾ ഇന്നിപ്പോൾ 1% പോലും ഇല്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് അവർ മതം മാറ്റപ്പെട്ടും കൊല്ലപ്പെട്ടും അതല്ലെങ്കിൽ അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടും ഇല്ലാതായത് എന്ന ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടിടത്ത് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്നോ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നിങ്ങോട്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ 3 കോടിയിൽ നിന്ന് 21 കോടിയാക്കി മാറ്റുന്ന രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള വകകൾ നൽകുക മാത്രമല്ല, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ വരെ അവർക്ക് വിഭജിച്ച് നൽകിക്കൊണ്ട്, ക്രൈസ്തവർക്കും ഇസ്ലാമുകൾക്കും വിഭജിച്ച് നൽകിക്കൊണ്ട് അവരെ പോറ്റി വളർത്തുക, അവർക്ക് പ്രസവിച്ച് കൂട്ടാനുള്ള സിസ്റ്റം പോലും തയ്യാറാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള 6.5 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ്സുകാരൊക്കെ ഇന്നിവിടെ നടത്തുന്ന ഈ കരച്ചിലെ കൃത്യമായിട്ടുള്ള ആ ഒരു ദ്വിമുഖമുണ്ടല്ലോ, ആ ഇരട്ടമുഖമുണ്ടല്ലോ, അതിവിടെ വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് വെറും ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒന്ന് തന്നെയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന 3 മുസ്ലിം രാജ്യങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം ഭീകര രാജ്യങ്ങൾ എന്ന് തന്നെ സൂചിപ്പിച്ചാലും തെറ്റ് പറയാനാവില്ല. ആ
രാജ്യങ്ങളിൽ ഇന്ന് ചത്തൊടുങ്ങിയും മതം മാറ്റപ്പെട്ടും ആട്ടി ഓടിക്കപ്പെട്ടും ജീവിക്കുന്ന രണ്ടാം കിട പൗരന്മാരുണ്ടല്ലോ. ഈ 6 വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദു, ക്രൈസ്തവ, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ എന്നൊക്കെ പറയുന്ന ഈ 6 തരത്തിൽപ്പെട്ടിട്ടുള്ള അവർക്ക് ഭാരതം അഭയം നൽകുകയാണ്. അവർക്ക് അഭയം നൽകരുത്. അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള അതല്ലെങ്കിൽ വെട്ടി തിന്നാനുള്ള ജീവികളാണ്, ഞങ്ങൾക്ക് മതം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ അടിമകളാക്കി മാറ്റാനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഈ വർഗത്തോട് പൂർണ്ണമായിട്ടും പറയാനുള്ളത്, എടോ മനുഷ്യനാവടോ. എത്രയോ നൂറ്റാണ്ട്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടുകൊണ്ട് ഈ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും അഭയാർത്ഥികളായി ജീവിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകിക്കൂടാ? നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ നമ്മൾ പൗരത്വം നൽകുമെന്നുള്ളൊരു വാഗ്ദാനം. എന്നാൽ ഇന്ന് 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച് കോൺഗ്രസ് ശിഥിലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ 2ാം ചൈത്രയാത്രയും അവസാനിപ്പിച്ചുകൊണ്ട് 3ാം യാത്രയിലേക്ക് തുടക്കം പോകുന്ന ഈ സമയത്ത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയെന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നമ്മുടെ സഹോദരരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പകരം അവർക്കെതിരെ അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള ഇരകളാണ്, ഞങ്ങൾക്ക് മതം മാറ്റാനുള്ള ഇരകളാണ്, ഞങ്ങൾക്ക് പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും വെട്ടിക്കൊല്ലാനുമുള്ള ഇരകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇത് മാത്രമേ മറുപടിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ വിഷയം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടീച്ചർ അങ്ങോട്ട് ചൊറിഞ്ഞോടു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ള ശ്രോതാക്കളെ, ചൊറിയാതെ വയ്യ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാണുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. ഒരുപാട് പ്രഹസനങ്ങൾ കാണുന്നു, പ്രതിഷേധങ്ങൾ കാണുന്നു. ഞങ്ങൾ അരയും തലയും മുറുക്കിതാ പുറപ്പെടുകയാണ് എന്ന് പറയുന്നു. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്ന നിയമം നിങ്ങൾ പേടിക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി, പൗരത്വ നിയമം ഒന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി മൂപ്പനുണ്ട്. ഈ മറുതയ്ക്ക് ഈ വിഷയത്തിനകത്ത് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് സത്യമാണ്. അയാൾക്ക് ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ശരി, ഒരാശ്വാസ വാക്കായിരിക്കും. 1955 പൗരത്വ നിയമം വരുന്നത് തന്നെ. പിന്നീട് അതിൽ ഭേദഗതി വരുത്തുന്ന ഒരു ബില്ലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാൻ ആരുടെ രാജ്യമാ? ഞമ്മന്റെ രാജ്യം, അള്ളാഹുവിന്റെ സ്വന്തം രാജ്യം. ബംഗ്ലാദേശ് ആരുടെ രാജ്യമാ? ഞമ്മന്റേത് സ്പ്ലിറ്റ് ആയത്. അഫ്ഗാനിസ്ഥാൻ ആരുടേതാ? നമ്മുടെ സ്വന്തം വിസ്മയ താലിബാൻകാരുടേത്. ഈ 3 രാജ്യവും ഞമ്മന്റേതാണ്, മുറിയന്മാരുടെ രാജ്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവും. 2014 ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ 2014 മുമ്പ് 2024 അതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കള്, ഇതിനകത്ത് മുസ്ലിങ്ങളില്ല, സിഖുകാര്, പാഴ്സി, ജൈനര്, ബുദ്ധര്, ക്രൈസ്തവര്, ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വ അവകാശം നൽകുന്നു. അതായത് ഇവർ വന്നത് എവിടെ നിന്നാ? പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും. ഇസ്ലാമിക ഭരണത്തിൽ ഇവര് അവിടെ ന്യൂനപക്ഷമാണ്, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ നെട്ടോട്ടമോടുകയാണ്. കാരണം ഇവര് പറയണ 3 മുദ്രാവാക്യങ്ങളാ. ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുക, അതുമല്ലെങ്കിൽ കഴുത്ത് നീട്ടിത്തന്നോ ഞങ്ങളൊന്ന് വെട്ടട്ടെ. ഈ 3 മുദ്രാവാക്യങ്ങളും അംഗീകരിക്കാൻ പറ്റാതെ നെട്ടോട്ടമോടിയ ഒരു വിഭാഗം ഒന്ന് അംഗീകരിച്ചു, ഞങ്ങൾ ഈ നാട് വിട്ടു പോയിക്കോളാം. അങ്ങനെ നാടുവിട്ടു വന്ന ആളുകളാണ് ഇവര്. അവർക്ക് മുമ്പ് കുറഞ്ഞതൊരു 11 വർഷമെങ്കിലും രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ആളുകൾക്കാണ് ഈ പൗരത്വം നൽകുന്നത്. നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ഒരു 6 വർഷമായിട്ട് ചുരുക്കുന്നുണ്ട്. വിസ, പാസ്പോർട്ട് ഒന്നുമില്ലാതെ, രേഖകളൊന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ നിലവിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് പരിഗണിക്കുന്നത്. 1946 വിദേശികളുടെ നിയമം അനുസരിച്ച്, 1920 പാസ്പോർട്ട് എൻട്രി നിയമം അനുസരിച്ചൊക്കെ അനധികൃതമായ കുടിയേറ്റം ശിക്ഷാർഹമാണ്. അതായത് ഈ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ 2015, 2016 വർഷങ്ങളില് കേന്ദ്ര സർക്കാർ പ്രത്യേകമായ വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഈ രാജ്യത്ത് തന്നെ തുടരാൻ അവർക്ക് അനുമതി നൽകി. അങ്ങനെ അത്തരം ആളുകൾക്ക് പൗരത്വ അവകാശം നൽകാനുള്ള പുതിയ പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതിവർക്ക് അറിയാത്തത് കൊണ്ടല്ല.
പൗരത്വം നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥ വയ്ക്കുന്നുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുരയും ഉണ്ടെന്ന് തോന്നുന്നു, ഇത്തരം സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ഈ ബില്ല് ബാധകമല്ല. അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിലില്ല. പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകൂ. ഇതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഓരോ അപേക്ഷയും അതാത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം. ഇതാണ് ഈ ബില്ലിലെ നിയമവ്യവസ്ഥകൾ. സംസ്ഥാന സർക്കാരുകളും അന്വേഷിക്കണം. എന്നിട്ട് ഈ 2 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകൂ.